ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി. അത് 1-2 കംപ്ലയിൻസ് ആയിട്ട് വന്നതാണ്. ഒന്ന് നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു ജെർക്കി സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടി ഇപ്പോൾ കൊണ്ടുവന്ന് 2 ദിവസം വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ചു. ഫ്രണ്ട് അത്യാവശ്യം വീലിൻ്റെ സൈഡിൽ നിന്ന് ബുഷ് പോയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമുക്കതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അതായത് ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ, പക്ഷേ കേബിൾ ലോഡായി കിടക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയി കാണാം. ബാക്കിലേക്ക് തന്നെ ബ്രേക്ക് കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി തുരുമ്പിടുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും അതിനകത്ത് ബാക്ക് ബ്രേക്കിന് 2 കേബിൾ വരാം. നമുക്കൊന്ന് കോമ്പി ബ്രേക്ക് വരും, പിന്നെ ഒന്ന് ബാക്ക് ബ്രേക്കിലേക്ക് പോകണം ഡയറക്റ്റ് കേബിൾ, പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് കേബിൾ. അപ്പോൾ മൊത്തം 3 ബ്രേക്ക് കേബിളും 3 കേബിളാണ് നമുക്ക് വണ്ടിക്ക് തന്നെ. 3ഉം നല്ല രീതിയിൽ ടൈറ്റാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ബലം പിടുത്തം, അതായത് വണ്ടി ബ്രേക്ക് ആയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കുറഞ്ഞ കമ്പനിയുടെ എയർ ഫിൽറ്റർ കിടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ ബാക്കിലത്തെ പുള്ളി വീല് നമ്മൾ, അതായത് ബെൽറ്റ് വർക്ക് ചെയ്യണത് ഈ വീലിൻ്റെ ഉള്ളിലാണ്. 2 യൂണിറ്റായിട്ട് ഇതേപോലെ വരും. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വന്നത് 3 റോളറും പിന്നും കൂടിയിട്ട് വന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒരുവിധം തേയ്മാനത്തിലേക്ക് ആയിട്ടുണ്ട് ഈ വീലൊക്കെ കേട്ടോ. അപ്പോൾ തൽക്കാലം വീല് മാറ്റുമ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ആ പിന്ന് മാറ്റി ഒരു പരിധി വരെയൊക്കെ കുറവായി കിട്ടും. കാരണം പിന്നിനും തേയ്മാനം ഉള്ളതുകൊണ്ട് ആ പിന്നിൻ്റെ തേയ്മാനം അതും അഡ്ജസ്റ്റ് ആയി പോകുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. അതിൻ്റെ പിന്നൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. ഇത് ഈ ക്ലച്ച് വെയിറ്റ് കയറി കിടക്കുന്ന പിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡിയും റോളറും ബോസ് ഡ്രൈവൊക്കെയാണ്. ഈ റോളറൊക്കെ കിടക്കുന്നത് കമ്പനി റോളറൊന്നും അല്ല കേട്ടോ, ഒരു കുറഞ്ഞ സാധനമാണ് കിടക്കുന്നത്. ബോസ് ഡ്രൈവൊക്കെ ആയാലും വേരിയേറ്റർ ബോഡി ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഇത് ഈ യൂണിറ്റ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, പരമാവധി ഓടിപ്പിക്കാം. അതിന് ശേഷം ഒക്കെ എന്തെങ്കിലും മാർക്കിങ് ചെയ്താൽ മതി. ഇതതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ, ഈ പുഷിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് ചെറുതായിട്ട് കയറി ഉരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലം നമുക്കതൊന്നും ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ ഓടട്ടെ. കാരണം വണ്ടിയുടെ പഴക്കത്തിൻ്റേതനുസരിച്ചിട്ടുള്ള കംപ്ലയിൻറ്റുകളാണ് അതൊക്കെ. അപ്പോൾ പരമാവധി ആ രീതിയിൽ തന്നെ ഓടട്ടെ. അപ്പോൾ അങ്ങനെ ഒരു നിലവിലൊരു കംപ്ലയിൻറ്റ് ചെറുതായിട്ട് അലൈൻമെൻറ്റിനുണ്ട്. ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിന് ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണുണ്ട്. ബെൽറ്റ് വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ്, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ബെൽറ്റൊന്നുമല്ല, ഒരു കുറഞ്ഞ ബെൽറ്റാണ് കിടക്കുന്നത്. ബാൻഡോൻ്റെ ബെൽറ്റാണ്, പക്ഷേ ഡയറക്റ്റ് കമ്പനി സപ്ലൈ ഉള്ള ബെൽറ്റല്ല, കുറഞ്ഞ ബെൽറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റി അതിൻ്റെ ആ മൗണ്ട് റബ്ബറും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ ആ ഓയിൽ ലീക്ക് നമുക്കവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ഈ ഫ്ലോട്ടിൻ്റെ വാൽവും ഈ സ്ലോ ജെറ്റും കംപ്ലൈൻ്റ് ആണ്. ഈ ഫ്ലോട്ട് വാൽവിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് അതിനകത്ത് ബോട്ടത്തിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ചാൻസ് ഓവർഫ്ലോ വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു മുൻകരുതൽ നിലയിൽ മാറ്റിയിടുന്നതാണ്. സ്ലോ ജെറ്റ് ഓൾറെഡി ബ്ലോക്കാണ്. അതിൻ്റെ ചെറിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹോളാണ്, അത് ഓൾറെഡി നല്ല രീതിയിൽ ബ്ലോക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, സ്ലോ ജെറ്റ് മാറ്റാം, ഫ്ലോട്ട് വാൽവ് ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ആ ഭാഗം ഒരുവിധം ക്ലിയറായി പോയിക്കോളും. പിന്നെ നിലവിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഫ്ലാപ്പൊക്കെ പോയിട്ട് മൊത്തം വീലുമേന്നുള്ള ചെളി മൊത്തം അടിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതൊന്ന് അത്യാവശ്യം അതിൻ്റെ ഉൾഭാഗം എഞ്ചിൻ ഫുള്ളായിട്ട് വാഷ് ചെയ്തെങ്കിൽ എഞ്ചിൻ റൂമിൻ്റെ ഭാഗം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ ചെളി ഇങ്ങോട്ട് കയറാത്ത രീതിയിലേക്ക് ഒരു ഫ്ലാപ്പും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ചെളി ഓൾറെഡി കാർബറേറ്റർ യൂണിറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ ചോക്കൊക്കെ ജാമായി പോകാനുള്ള സാധ്യത കൂടുതൽ. തന്നെയല്ല, ഓട്ടത്തിൽ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഓൾറെഡി കാർബറേറ്റർ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം ചെല്ലാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ ടാപ്പി എന്ന് പറഞ്ഞ ലൈനാണത്. ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ പ്രത്യേകത അറിയാമല്ലോ, പെട്രോൾ ടാപ്പ് ഓൺ ഓഫ് ചെയ്യാവുന്ന കണ്ടീഷനല്ല പെട്രോൾ ടാപ്പ്. അത് ശരിക്കും നമുക്ക് വാക്വം യൂണിറ്റാണ് അത് വർക്ക് ചെയ്യുക. കാരണം ഈ ഇരിക്കണതാണ് ടാപ്പ്, അതിൻ്റെ ഉള്ളിലിരിക്കണതാണ് ടാപ്പ്. അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാർബറേറ്ററിലേക്ക് പെട്രോൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബൈ ചാൻസ് എപ്പോഴെങ്കിലും ഓവർഫ്ലോ പ്രോബ്ലം വന്നാൽ, ഓവർഫ്ലോവുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ
നമ്മുടെ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ളായിട്ട് പോകും. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തന്നെയല്ല ഈ പെട്രോൾ പൈപ്പ് ഇടയ്ക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടുന്നൊരു കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ വന്നാലും ഫുൾ പെട്രോൾ ടാങ്കിൻ്റെ ഫുൾ പെട്രോൾ പുറത്ത് പോയിട്ടാണ് നമുക്കത് നിൽക്കുള്ളൂ. മറ്റേത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ മാത്രമാണ് കാർബറേറ്ററിലേക്ക് പെട്രോൾ വന്നുകൊണ്ടിരിക്കുള്ളൂ. വണ്ടി ഓഫ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കും. ബൈ ചാൻസ് ഓവർഫ്ലോ എന്തെങ്കിലും വന്നാൽ പോലും ഈ കാർബറേറ്ററിൻ്റെ അടിയിൽ ഈ വന്ന യൂണിറ്റിൻ്റെ ഏകദേശം ഇത്രയും കഴിച്ച് ബാലൻസ് പെട്രോളാണ് പോകുള്ളൂ. കാരണം അങ്ങനെ എടുത്ത് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വണ്ടി പഴക്കമുള്ളതാണ്. കാർബറേറ്റർ ഓവർഫ്ലോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോളും E20 പെട്രോളാണ്, എത്തനോളിൻ്റെ അംശം വളരെ കൂടുതലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചില കാർബറേറ്ററുകൾ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ പഴക്കത്തിൻ്റെ അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് കാർബറേറ്റർ യൂണിറ്റ് മാറ്റി കളയേണ്ടതാണ്. കാരണം ഇങ്ങനൊരു ബ്ലോക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഒക്കെ കാണിക്കുമ്പോൾ. പക്ഷെ നമ്മളത് പരമാവധി ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലാണ് സെറ്റ് ചെയ്യണേ. ഓവർഫ്ലോ എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, രീതിയിൽ അങ്ങനെ ചെയ്തു പോകും. അപ്പോൾ തൽക്കാലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് വാൽവൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങും കേട്ടോ, അതിൻ്റെ ഒരു മുന്നോടിയായിട്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷൻ്റെ ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. നമുക്കിതിനകത്ത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ കോപ്പറിൻ്റെ ബുഷാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കോളർ മാത്രം മാറ്റിയിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് യൂണിറ്റ് മാറേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ ബുഷുകളും, അതും അത്യാവശ്യം ഓവലായിട്ടുണ്ട് കേട്ടോ. പിന്നെ റെക്ടിഫയറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഹെഡ്ലൈറ്റ് നിൽക്കാത്തൊരു പ്രോബ്ലം ഉണ്ട്. അത് ഈ യൂണിറ്റിൻ്റെയാണ് പ്രശ്നം കാണിക്കുന്നത്. നിലവിൽ പ്രത്യക്ഷത്തിൽ വേറൊരു പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല. റെക്ടിഫയറാണ് ഹെഡ്ലൈറ്റ് ബൾബ് നിൽക്കാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ അത് നോക്കിയിട്ട് അതൊന്ന് ബാറ്ററി വോൾട്ടും ഇതായിട്ട് മാച്ചിങ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് റെഗുലേറ്റർ കം റെക്ടിഫയർ പറഞ്ഞാൽ ഈ യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്തിടേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് എൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ നോക്കിയതാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോം ടൈപ്പാണ്, മൊത്തം പൊടിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം, എഞ്ചിൻ ഓയിൽ മാറണം കേട്ടോ. പിന്നെ നമുക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത്. കാരണം എയർ ഫിൽറ്ററും ഈ കുറഞ്ഞ ഫിൽറ്റർ കിടക്കണേ, പ്ലഗും ചേഞ്ച് ചെയ്തിടാം, കാർബറേറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് പൊക്കോളും. ഓക്കെ. പിന്നെ ഹെഡിനകത്ത് കരിയുടെ പ്രസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളൊന്നും പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, പരമാവധി ഉപയോഗിക്കാം. വണ്ടിക്ക് പഴക്കമുണ്ട്, അതിൻ്റേതായിട്ടുള്ള കംപ്ലയിൻസുകൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻറ്റ് നമുക്ക് ഈ രീതിയിൽ റെഡിയാക്കിയിടാം. ശരിക്കും ഈ വീല് നമുക്ക് ചേഞ്ച് ചെയ്തിടേണ്ടതാണ്. പിന്നെ അതുകൂടെയൊക്കെ മാറ്റി വരുമ്പോൾ നല്ല എമൗണ്ട് വരും എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതിൻ്റെ പിന്ന് മാത്രം മാറ്റി ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിടണം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. ഗ്യാപ്പ് പോലെ വീഡിയോ ഒന്ന് കണ്ടോളൂ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.